വി.ഡി. സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്ന് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ ബജറ്റ് പുതുക്കിയപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിഹിതത്തിലുണ്ടായത് 9.5 കോടിയുടെ കുറവ് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ഇത് കാരണം നേരത്തെ പ്രഖ്യാപിച്ച പല വികസന പദ്ധതികളും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനുള്ളത്. സ്പിൽ ഓവർ ഉൾപ്പെടെ 25 കോടിയോളം രൂപയുടെ കുറവുണ്ടായതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. UDF സർക്കാർ ബജറ്റ് പുതുക്കിയപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ച ഫണ്ട് വിഹിതത്തിലുണ്ടായത് വൻ കുറവ്. പൊതുവികസന ഫണ്ട്, അൺടൈഡ് ഫണ്ട് എന്നിവയിൽ ഉൾപ്പെടെ ഉണ്ടായ വൻ കുറവ് കാരണം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന് കീഴിലെ 940 കിലോമീറ്റർ വരുന്ന റോഡുകളുടെ ടാറിംഗ്, അറ്റകുറ്റപ്പണികൾ, ജില്ലാ പഞ്ചായത്തിന് കീഴിലെ വിദ്യാലയങ്ങൾ, ഗവൺമെന്റ് ആശുപത്രികൾ എന്നിവയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയെ ഇത് സാരമായി ബാധിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം പറഞ്ഞു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ കുറവ് ചെയ്യേണ്ടി വരും. 940 കിലോമീറ്റർ റോഡ് മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നിലയിലേക്കുള്ള കുറവ് ചെയ്യേണ്ടി വരും. SC/ST മേഖലയിലെ ഫണ്ട് എക്സ്പെൻഡിച്ചർ ആകാതെ വരുന്ന സമയത്ത് പൊതു ഫണ്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട സാഹചര്യം കൂടി വരും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമുക്ക് പൊതുവിഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പല ഫണ്ടുകളും നമുക്ക് ഈ വർഷം കുറവ് ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ബജറ്റ് പുതുക്കിയപ്പോൾ പൊതുവികസന ഫണ്ടിൽ 1,29,30,000 രൂപയുടെ കുറവുണ്ടായി. പട്ടികജാതി വികസന ഫണ്ടിൽ നേരത്തെ വകയിരുത്തിയിരുന്നത് 6,70,800,000 രൂപ. ഇപ്പോൾ പുതുക്കി വകയിരുത്തിയ തുക 5,69,57,000 രൂപ. പട്ടികവർഗ വികസന ഫണ്ടിൽ വകയിരുത്തിയ തുകയിൽ 86,90,000 രൂപയുടെ കുറവുണ്ടായി. ധനകാര്യ കമ്മീഷൻ ടൈഡ് ഫണ്ടിൽ നേരത്തെ വകയിരുത്തിയ തുകയിൽ നിന്ന് 3,99,05,000 രൂപയുടെ കുറവ് വന്നു. ധനകാര്യ കമ്മീഷൻ അൺടൈഡ് ഫണ്ടിൽ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് 2,17,40,000 രൂപയുടെ വ്യത്യാസമുണ്ടായി. കാസർഗോഡ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് മാത്രം നിർവഹിക്കുന്ന വികസന പദ്ധതിക്കകത്ത് ഒരു 25-30 കോടിക്കും ഇടയിലുള്ള കുറവ് നമുക്ക് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് കാസർഗോഡ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിനെ ഈ നിലയിൽ ബാധിക്കുമ്പോൾ ഇത് എല്ലാ മുനിസിപ്പാലിറ്റികളും ഇത് ബാധിക്കുന്നുണ്ട്, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുണ്ട്, കേരളത്തിലാകെ ഇത് ബാധിക്കും. പുതുക്കിയ ബജറ്റ് വിഹിതത്തിൽ വന്ന 9.5 കോടി കൂടാതെ സ്പിൽ ഓവർ ഉൾപ്പെടെ 25 കോടിയോളം രൂപയുടെ കുറവാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് തിരിച്ചടിയായ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷമുള്ള പദ്ധതിക്കായി 15% ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് നീക്കിവെക്കേണ്ട സാഹചര്യവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനുണ്ട്. അമൃത ന്യൂസ്, കാസർഗോഡ്.